ജൂറി അംഗമായ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് ശ്രീ സന്തോഷ് ഏച്ചിക്കാനം. കുഞ്ഞുങ്ങളെ പൂർണ്ണമായും തഴഞ്ഞത് എന്തുകൊണ്ടാണ്? വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അവരാരും അഭിനയിച്ചത് കൊള്ളില്ല, അല്ലെങ്കിൽ അവരുടെ സിനിമകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഒരു ജൂറി ചെയർമാൻ വന്നിരുന്ന് പറയുകയാണ്. അത് ആ കുഞ്ഞുങ്ങളിൽ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും? താങ്കളും കൂടി ചേർന്നെടുത്ത തീരുമാനമാണോ ഇത്? അല്ല, ഇത് ഞാനും കൂടി ചേർന്നെടുത്ത തീരുമാനം തന്നെയാണ്. അതുകൊണ്ട് കുട്ടികളെ വേദനിപ്പിക്കാനോ അവരുടെ അഭിനയശേഷിയെ കുറച്ച് കാണാനോ വേണ്ടി ചെയ്ത ഒരു ജൂറിയുടെ തീരുമാനമല്ല ഇത്. മറിച്ച് നമ്മൾ ഈ പരിശോധിച്ച, അതായത് അവസാന ഇതിലേക്ക് വന്ന 3 സിനിമകളും, കുട്ടികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 3 സിനിമകളും പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുട്ടികളുടെ സിനിമകളല്ല. അതിൽ നമ്മൾ കാണുന്ന പലപ്പോഴും കുട്ടികളല്ല. ഈ സംവിധായകന്റെ ഒരു മനോഭാവം ആണ് യഥാർത്ഥത്തിൽ കുട്ടികളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള ഒരു അഭിനയവും അത് ആവിഷ്കാരവുമാണ് യഥാർത്ഥത്തിൽ ഈ സിനിമകളിൽ നടന്നത്. കാരണം നമുക്കിപ്പോ കുമ്മാട്ടി നമ്മൾ കണ്ടിട്ടുണ്ട്. കുമ്മാട്ടി പഴയ സിനിമകൾ, നിരവധി സിനിമകൾ നമ്മൾ ലോകോത്തര സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ കുട്ടികളാണ് യഥാർത്ഥത്തിൽ അതിൽ വരുന്നത്. അവർ കുട്ടിത്വവും അതുപോലെ കുട്ടികളുടെ മനസ്സും കൃത്യമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സംവിധായകന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ പലപ്പോഴും കാണുന്നത് കുട്ടികളല്ല അതിനകത്ത് കാണുന്നത്. മറിച്ച് കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സംവിധായകനെയാണ് കാണുന്നത്. സംവിധായകന്റെ ഉള്ളിലെ മനുഷ്യരെയാണ് നമുക്ക് പലപ്പോഴും കുട്ടികൾ കാണുന്നത്. കുട്ടികളുടെ അങ്ങനെയാണെങ്കിൽ ശ്രീ സന്തോഷ് ഏച്ചിക്കാനം, സംവിധായകന്റെയും തിരക്കഥാകൃത്തിന്റെയും മനസ്സിലുള്ള കഥാപാത്രങ്ങളെയല്ലേ മോഹൻലാൽ ആയാലും മമ്മൂട്ടി ആയാലും അഭിനയിക്കുന്നത്? അല്ലാതെ അവരുടെ യഥാർത്ഥ സ്വഭാവം അല്ല. ഞാൻ ചോദിക്കട്ടെ, അത് മമ്മൂട്ടി ഒരു കുട്ടിയുടെ രൂപത്തിൽ മമ്മൂട്ടി വന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ കുട്ടിയുടെ രൂപത്തിൽ മോഹൻലാൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? കാരണം ഓരോ എൻട്രിയും ഇവിടുത്തെ മാസായിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ മലയാള സിനിമയിലെ അമാനുഷ കഥാപാത്രങ്ങളുടെ എൻട്രി പോലെയാണ് പല കുട്ടികളുടെയും എൻട്രി അതിലേക്ക് വരുന്നത്. സ്ലോ മോഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ആ സംവിധായകനുണ്ട് ശ്രീ സന്തോഷ് ഏച്ചിക്കാനം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ വലിയ രീതിയിൽ പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ്. അതിൽ കുഞ്ഞുങ്ങൾ തന്നെയായിരുന്നു കൂടുതൽ കഥാപാത്രങ്ങളും. കുഞ്ഞുങ്ങളുടെ കാര്യം തന്നെയാണ് അതിൽ വന്നത്. വിനേഷ്, എന്താണ് വിനേഷിന് ചോദിക്കാനുള്ളത്? അല്ല, സന്തോഷ് ഏച്ചിക്കാനം സാർ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, കുട്ടികൾ BGM വിട്ട് സ്ലോ മോഷനിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമ വന്നാൽ എന്താണ് പ്രശ്നം? ചില്ലർ പാർട്ടി എന്നൊരു പടമുണ്ട്, മികച്ച കുട്ടികളുടെ അവാർഡ് കിട്ടിയ സിനിമ തന്നെയാണ്. അതിൽ പറഞ്ഞ സ്ലോ മോഷനും എല്ലാം സാർ ആൾക്കാരെ രസിപ്പിക്കുക എന്നുള്ളതാണ് സാർ. പറഞ്ഞു തീർന്നോട്ടെ സാർ. സാർ, എന്താണ്, നമ്മൾ റിയലിസ്റ്റിക് സിനിമയ്ക്ക് മാത്രമല്ല സാർ, ഇവിടെ സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമകൾക്കും സ്കോപ്പ് വേണം സാർ. ഇവിടെ സ്ലോ മോഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. പക്ഷെ ഇത് ആത്യന്തികമായി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയ സിനിമയാണ്. അവരുടെ ഉള്ളിലുള്ള ഒരു ഈ പറയുന്ന പോലെ അവരുടെ ധാർമ്മികത അതിനൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിനിമകളായിരിക്കാൻ വേണ്ടി. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ ഇന്ത്യയിലെ ഒട്ടുമിക്ക 10 സംസ്ഥാനങ്ങളിലായിട്ട് ബെഞ്ചിങ് ഷേപ്പ് കുട്ടികളെ തന്നെ സ്വാധീനിച്ച സിനിമയാണ് സാർ. സാറിനത് വാർത്തകൾ പരിശോധിക്കാം സാർ. ശ്രീ സന്തോഷ് ഏച്ചിക്കാനം, ഞാൻ തന്നെ ഈ ഷോയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ. ഒരു സെക്കൻഡ് വിനീഷ്, ഞാൻ അദ്ദേഹത്തോട് പറയാം. തീരുമാനത്തിൽ അത് കുട്ടികളുടെ സിനിമകളിലേക്ക് വരുന്നില്ല. അതിനെ കുറിച്ചിട്ട് ഇന്നലെ പ്രകാശനമായി സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇതിപ്പോ എന്റെ തീരുമാനം മാത്രമല്ല. അപ്പൊ എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം ഞാനും കൂടി എടുത്ത തീരുമാനം തന്നെയാണ്. കാരണം നല്ല സിനിമകൾ വരട്ടെ, കുട്ടികളുടെ സിനിമകൾ കൊണ്ട് കാണിക്കും. ഇപ്പൊ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിലും ഇത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുട്ടികളെ നമുക്ക് അതിന് കാണാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ സത്യം. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അവാർഡ് കൊടുത്തിട്ടുള്ളത്.